ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വരും നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മീൻകറി തയ്യാറാക്കാനായി ഞാൻ ആദ്യം ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരും നേരം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി അല്ലി 8 എണ്ണം ഇവ ചേർത്ത് ഇളക്കാം. ഇതൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഇതിനാവശ്യമായ പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർക്കാം. ഈ സമയമെല്ലാം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാൻ മറക്കല്ലേ. ഇതിങ്ങനെ കൈയെടുക്കാതെ തന്നെ തുടർച്ചയായി ഒരു 2 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിപ്പോൾ ഇളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് തുടർച്ചയായി ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തേങ്ങ നന്നായി വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഇതേ ചട്ടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ചേർക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 7 to 8 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇത് ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാവുന്നതാണ്. ഇനി കുറച്ച് നേരം ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിങ്ങനെ കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം ഒരു പഴുത്ത തക്കാളി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം. തക്കാളി വെന്ത് ഉടയണമെന്നില്ല, ജസ്റ്റ് ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർക്കാം. ഈ അരപ്പും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി അതും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിർത്ത് ആ പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതുവരെ കറിയിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഈ സമയം കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം. ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കറി തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കറി നന്നായി തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കിലോ മീൻ കഴുകി വൃത്തിയാക്കിയത് അതിലേക്ക് ചേർക്കാവുന്നതാണ്. മീനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒരു തവി ഉപയോഗിച്ച് വളരെ പതുക്കെ മാത്രം ഒന്ന് ഇളക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് നേരം വേവിക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എരിവുള്ളതുകൊണ്ട് ഞാൻ ഈ കറിയിൽ 1 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എരിവ് നോക്കിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാവുന്നതാണ്. കറി ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. മീനെല്ലാം തന്നെ പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വേറൊരു വീഡിയോവുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.